എൻ്റെ പൊന്നളി അങ്ങനെ ഞങ്ങൾ വയനാട് ചുരമൊക്കെ കയറി ഇങ്ങനെ കുറച്ചങ്ങോട്ട് നടന്നിട്ട് ഞങ്ങൾ ഒരു 10:30-11 മണിയായിരിക്കും. നല്ല വിശക്കുണ്ട്, നല്ല വിശക്കുണ്ട്. അപ്പോൾ അവിടെ നിന്നൊന്നും ഭക്ഷണം ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ. പിന്നെ നല്ലൊരു ഹോട്ടൽ കിട്ടും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഹോട്ടൽ ഉണ്ടാവില്ല തന്നെ പ്രതീക്ഷിച്ചു. ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ കുറേ ഇങ്ങനെ പോയപ്പോൾ ഒരു ബാൻസുര ഡാം, അങ്ങനെ ഡാമില്ലേ, ആ ഡാമിൻ്റെ ഒക്കെ അടുത്തെത്തിയപ്പോൾ അവിടുന്ന് പുറത്ത് നോക്കുമ്പോൾ വരെ ഒരു വലിയൊരു ഹോട്ടൽ, ഒരു ചെറിയ ഹോട്ടൽ. നമ്മൾ ചേട്ടാ അപ്പോൾ കയറാമെന്ന് ഞാൻ അവനോട് അപ്പോൾ ഞാൻ പോകുമ്പോൾ തന്നെ വേണ്ട, നമുക്ക് വലിയ ഹോട്ടൽ, അവിടെ ഒന്നും ഫുഡ് ഉണ്ടാവില്ല. വലിയ ഹോട്ടൽ കാണുമ്പോൾ ഒരു വലിയ, പക്ഷേ ഉള്ളിൽ ചെറിയൊരു ഹോട്ടലാണ്. അപ്പോൾ ഹാക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ എടാ ഇനിയിപ്പോൾ വേറെ ഇവിടെ ഈ സമയമായാലും ഒക്കെ പൂട്ടിയിടാം, എല്ലാവരും അത് പൂട്ടണം, ഇനി നമുക്ക് കിട്ടില്ല, നമുക്ക് കയറാൻ എന്തെങ്കിലും കിട്ടിയേ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ അതിൻ്റെ മക്കളേതാ മൂഡ് 80s മോഡൽ, ഫുൾ 80s മോഡൽ. ഈ കാണുന്ന ഐറ്റംസുകളൊക്കെ ഈ പല ഐറ്റംസ് പറഞ്ഞാൽ പല ഐറ്റംസുകൾ അതിൻ്റെ ഉള്ളിലേക്കോട്ട് കയറിയപ്പോൾ ഈ മനസ്സിനൊരു കുളിര്. കാരണം അത് നോക്കിയിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ഫുള്ള് അങ്ങനെ കുറേ ഐറ്റംസുകൾ, പല ഐറ്റംസ് അങ്ങനെ നോക്കിയിരിക്കാൻ നമുക്കൊരു മണിക്കൂർ സമയം വേണം. അങ്ങനെ കുറച്ച് അതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ. അപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവർ മനുഷ്യന്മാരില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് ഇവിടുന്ന് കഴിക്കേണ്ട, ഇവിടെ ആരും ഇവിടെ പഴയ രാവിലെ ഉണ്ടാക്കിയ ഫുഡാണ്. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഉള്ള കഴിക്കാൻ. അങ്ങനെ അവിടെ കാക്കി അവർ ബാക്കി തന്നെ അവരുടെ വീടിൻ്റെ അടുത്ത് ഫ്രണ്ടിലായിട്ട് അടുത്ത് തുടങ്ങി. ഞാൻ ആ കാക്കാനോട് ചോദിച്ചിങ്ങനെ എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ കാക്ക പറഞ്ഞാൽ പുട്ടുണ്ട്, പൊറോട്ട ഉണ്ട്, ദോശ ഉണ്ട്, എന്താ വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ് പുട്ടാകുമ്പോൾ സ്റ്റീം ചെയ്ത് പുതിയ നല്ല എന്തായാലും ചൂടുള്ള കിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് പുട്ടും ചിക്കൻ കറിയും മതി. അപ്പോൾ ഓനോട് ഓൻ പറഞ്ഞു എനിക്ക് പൊറാട്ടയും അയിലക്കറിയും മതി. ഞാൻ പറഞ്ഞു എടാ മീനൊന്നും ഇപ്പോൾ കഴിക്കണ്ട, സീനാവും, എന്തിനാ വെറുതെ മീനൊക്കെ കഴിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാടാ മീൻ അപ്പോൾ പറഞ്ഞാൽ അതിൽ കുഴപ്പമില്ലടാ, മീനും പൊറോട്ട അടിപൊളി, ഞാനിപ്പോൾ എപ്പോഴുള്ള കറിയൊക്കെ ആവുന്ന പറഞ്ഞു. അങ്ങനെ ഇവന് പുട്ടും പൊറാട്ടയും, ഞാൻ പൊറാട്ടയും ചിക്കൻ കറിയും ഓർഡർ ചെയ്തു, അവന് പുട്ടും മീനും ഓർഡർ ചെയ്ത്. അങ്ങനെ പൊറോട്ട വന്നു എൻ്റെ അളിയ അവന് മീൻ പുട്ട് വന്നില്ല. പുട്ടിന് ചെങ്ങായി ഇങ്ങനെ ഞങ്ങൾ പുട്ടൊക്കെ അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറച്ചങ്ങനെ നോക്കിയിരുന്ന്. അങ്ങനെ ഫുഡ് വന്നു പുട്ട് നല്ല പുട്ട്. ഇതെന്താ പറയുക, ഇത് അവിടുത്തെ ഗൂഗിളിലും മാപ്പിലും നോക്കിയിട്ട് ആൾക്കാർ ഓരോ ഗൂഗിൾ റിവ്യൂ ഇട്ടെടുത്തേ. അപ്പോൾ അവിടെ കയറ്റി മീൻ കുറച്ച് അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ചെയ്യാന്നൊക്കെ. അപ്പോൾ ഞാൻ ഒന്നും വിചാരിച്ചില്ല. അങ്ങനെ പുട്ടുണ്ടാവുന്നു, പുട്ട് ചൂട് ഇങ്ങനെ പുക പാറാളിയാണ് പൊട്ടുന്നത്. ഇതാക്കി ചിക്കൻ കറി കൂട്ടിയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. പക്ഷെ അതൊന്നല്ല ഹൈലൈറ്റ്. അതിൻ്റെ അപ്പുറം മറ്റാൾ പൊറാട്ടി മീൻകറിൻ്റെ അളിയാണ്. ഈ പൊറാട്ടി മീൻകറി ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ മുരിയത്ത് പൊറാട്ടി ചൂട് മീൻകറി ഉണ്ടാക്കിയ മീൻകറി എൻ്റെ അളിയാണ്. ജീവിതത്തിൽ ഞാൻ ഏത് സമയത്ത് വയനാട്ടിൽ കയറണമെങ്കിൽ ഈ ഹോട്ടലിലേക്ക് മാത്രമേ കയറുള്ളൂ. അച്ചാതി മീൻകറി പൊറോട്ട ആ സമയത്തൊക്കെ എന്ത് ടേസ്റ്റ് ചെയ്ത്. ഞങ്ങളുടെ പഴയ പട്ടിക, വിലവിവരണ പട്ടിക എന്നാണ് ഫുള്ള് കസാലയൊക്കെ നമ്മൾ പഴയ കാലത്ത് കല്യാണത്തിനൊക്കെ ഉണ്ടാവില്ല, അതേമാതിരത്തെ കസാല.